ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മയുടെ ആണ്ട് ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് മൂന്നാൾക്കും 3 സ്ഥലത്ത് ബലിയിടാനുള്ളൊരു അവസരമാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് സങ്കടമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, അവരും അങ്ങനെ ചെയ്തു കേട്ടോ. മൂന്നാൾ ഒരുമിച്ച് അങ്ങനെ ഇടാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമം ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് തലേദിവസം ഒരിക്കലൊക്കെ എടുത്തിട്ട് നമ്മൾ ബലിയിടണം. ഇതൊക്കെ ഹിന്ദുക്കൾക്ക് സാധാരണ അറിയുന്ന. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആണ്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്തിരി നേരത്തെ തന്നെ എഴുന്നേറ്റു. അങ്ങനെ ആദ്യം തന്നെ ചായ വയ്ക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ അവൻ്റെ കൂടെ പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും എല്ലാ ജോലികളും കഴിയണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് അവനെ വിടണ ഒരു തിരക്കേ ഉള്ളൂ. ഇതിപ്പോൾ അവനെ വിടുന്നതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ ജോലികളും കഴിയണ്ടേ. അപ്പോൾ ഇത്തിരി തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. സാധാരണ ഞാൻ മീൻകറിയോ സാമ്പാറോ ഒക്കെ തലേദിവസം വെച്ച് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് കൂടുതൽ ഇപ്പം ചെയ്യാറ് കേട്ടോ. 6:15 പോണ ദിവസം എന്തായാലും തലേദിവസം വെച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലാത്ത ദിവസവും പകുതി പണിയൊക്കെ ഞാൻ തലേദിവസം കഴിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഒരിക്കലെടുത്ത കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും 1 പിടി ചോറും കൂടി ചേർത്ത് അരച്ച ഇഡ്ഡലി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറിന് പകരം വേണമെങ്കിൽ വെള്ള അവിലുണ്ടല്ലോ, അത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളാം. പച്ചരി നല്ല അടിപൊളി പച്ചരി ആവണം കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം കിട്ടിയത് നമ്മുടെ ഇഡ്ഡലി റൈസ് ഇല്ലേ, അതേപോലത്തെ അരിയായിരുന്നു, പച്ചരിയായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. ഇതിന് മുന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ഹാർഡായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇത്തിരി ഉഴുന്ന് കൂട്ടി. അതുപോലെ പച്ചരി മാത്രം എടുത്ത് നോക്കി. ഞാൻ പുഴുക്കലരി ചേർക്കാറുണ്ട്. അപ്പോൾ പച്ചരി മാത്രം എടുത്തിട്ട് 1 പിടി ചോറ് മാത്രമാണ് ചേർത്തത്. അപ്പോൾ കൂട്ടുകാർക്ക് അങ്ങനെ ചിലവർക്ക് ചോറ് ചേർക്കാൻ ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിൽ 1 പിടി അവിൽ ചേർക്കുക കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചായ നേരം കൊണ്ട് തിളച്ചു. ഏത് ചായ ഉപയോഗിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണൻദേവനാണ്. അത്യാവശ്യം ചായപ്പൊടി ഇടും കേട്ടോ. എനിക്ക് നല്ല കടുപ്പവും അത്യാവശ്യം നല്ല രീതിയിൽ പാലും അതുപോലെ ചെറിയ മധുരം ഉള്ള ചായയാണ് ഭയങ്കര ഇഷ്ടം. കടുപ്പം കുറഞ്ഞാലോ മധുരം കൂടിയാലോ അല്ലെങ്കിൽ ചൂട് കുറഞ്ഞാലോ ഒന്നും ആ ചായ ഞാൻ പിന്നെ കുടിക്കില്ല. പ്രത്യേകിച്ച് പാൽ ചായ. കട്ടൻ ചായക്ക് പിന്നെ അങ്ങനത്തെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. പാൽ ചായ ഇഷ്ടമാണ് കുടിക്കാൻ. പക്ഷേ അതിൻ്റെ രീതിയിൽ കിട്ടിയാലാണ് ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചു. അമ്പലത്തിൽ പോയിട്ട് പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്നേ പറയുള്ളൂ. പക്ഷേ ഞാൻ ചായ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പോവാറ്. എന്നുവെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെയാണല്ലോ ദൈവം. നമ്മൾ ദൈവം ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ നന്മ ഉദ്ദേശിച്ച് ചെയ്യണതിനൊന്നിനും ഒരു കുഴപ്പമില്ല. ചായ കുടിക്കാണ്ട് എനിക്ക് ചിലപ്പോൾ അത്രയും നേരം നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. അതുവരെ ഞാനൊരു ഗ്ലാസ് പാൽ ചായ കുടിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് അമരപ്പയർ ഉപ്പേരിയാണിന്ന്. അത് തലേദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഞാനത് ഉള്ളിയും മുളകും മൂപ്പിച്ചിങ്ങാട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നമില്ല. പക്ഷേ പിള്ളേർക്ക് ആൺപിള്ളേരല്ലേ, പ്രത്യേകിച്ചും ആൺപിള്ളേർ ഒന്നും പറയാനില്ല, പെൺപിള്ളേരായാലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ചേട്ടനായാലും കൊടുത്തു വിടുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അത്രയും നേരം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വേഗം അങ്ങോട്ട് കഴുകി എടുത്തു വെച്ചു. പിന്നെ ഇനി ചെയ്യാനുള്ളത് തൈര് റെഡിയാക്കാമെന്ന് വെച്ചാൽ ശ്രീകുട്ടന് തൈര് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ കൊടുത്താലും ഏത് നേരത്ത് കൊടുത്താലും ആൾ കഴിച്ചോളും. അത് മാത്രം ഉണ്ടായേ ചോറും ഉണ്ടോളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാനൊരു ഓംപ്ലേറ്റും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ അമരപ്പയർ ഉപ്പേരിയും തൈരും ഓംപ്ലേറ്റും പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. ഇപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് ഈ ഒരു രീതിയിലുള്ള ഓംപ്ലേറ്റാണ് ഇഷ്ടം. ഈ ഒരു രീതിയിലുള്ള ഓംപ്ലേറ്റ് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കുക. ചില സമയത്ത് എനിക്ക് പുഴുങ്ങിയത് മാത്രം ഉണ്ടാവുക, ചില നേരത്ത് നല്ല മസാല ഉള്ളത് ഇഷ്ടം ഉണ്ടാവുക. ഇപ്പോൾ എന്താവോ ഇങ്ങനെ ഓംപ്ലേറ്റ് ആക്കി ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പോൾ ശ്രീകുട്ടനെ അങ്ങനെ തന്നെ ആക്കി കൊടുത്തു. മോരുതായി ഇഞ്ചി ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വേപ്പിലൊക്കെ ചതച്ചിട്ടു റെഡിയാക്കി വെച്ചു. അതിനിടയ്ക്ക് നമ്മൾ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടയുടെ മുകളിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മോൾ ഭാഗം ഉണങ്ങണേറ്റ് മുന്നിടണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചമുളക് നല്ല കുഞ്ഞു തന്നെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് തോന്നുമില്ല, ഓവർ എരിവ് തോന്നുമില്ല. നമുക്ക് കടിച്ച് കഴിക്കുകയും ചെയ്യാം. പിച്ച് പൊളിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ മുട്ട പകുതി അതിൽ നിന്ന് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ട വിശേഷം പറയണതിൻ്റെ ഇടയിൽ ശ്രീകുട്ട ഓടി വന്ന് ആ മുട്ട പൊരിച്ചത് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിയാണ് അവൻ കഴിച്ചത്. ഇഡ്ഡലി ആകുമ്പോൾ അവൻ കഴിച്ചോളൂ കേട്ടോ. ദോശ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ രാവിലെ പോകുമ്പോൾ
കുറച്ചും കൂടി അവന് എളുപ്പം എനിക്ക് തോന്നുന്നു ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ അതൊക്കെ കുഴച്ച് കഴിക്കാമല്ലോ. അതുകൊണ്ടാണ് തലേദിവസത്തെ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ചൂടാക്കി അവന് ആ ഇഡ്ഡലിക്ക് കൊടുത്തു. പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്യാനായിട്ട് വല്ലാണ്ട് കാര്യത്തിൽ നിന്നില്ല. അവന് ചോറ് പകർത്തി, എനിക്ക് ചോറ് പകർത്തി, അത്രയും ചെയ്തോളൂ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ആദ്യത്തെ പറഞ്ഞ അമ്മ ചോറ് പകർത്താൻ നിൽക്കണ്ട, ഞാൻ പാർത്തിയോളം തിരക്കല്ലേ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനെ അതിനിടയ്ക്ക് ചോറൊക്കെ പകർത്തി കൊടുത്ത് ചേട്ടൻ അതിനിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ശ്രീകുട്ടനും കൂടി പോയി. ശ്രീകുട്ടന് എനിക്ക് അമ്പലത്തിൻ്റെ അവിടെ വരെ എത്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. 7:30 ട്യൂഷൻ എടുത്ത് തുടങ്ങണം. അപ്പോൾ അത്ര സമയം ഉണ്ടായിരുന്നില്ല. അവൻ എന്നെ കിഴക്കേക്കോട്ടയിൽ ഇറക്കി. പിന്നെ ഞാൻ വീണ്ടും കുറുക്കഞ്ചേരിക്ക് ബസ് കയറി അവിടെ പോയിട്ടാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് മുങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. കുളിച്ചൊക്കെ ചെന്ന് ബലിയിട്ട് പോരാം, അങ്ങനെയാണ് കേട്ടോ. മുങ്ങാനുള്ള സൗകര്യമുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വണ്ടി വേണമല്ലോ നമുക്ക്, അല്ലെങ്കിൽ ചേട്ടനും കൂടെ വേണം. ശ്രീകുട്ടൻ വണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്കത് നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ പോയി ബലിയിട്ട്. ഇത് കുറച്ച് ദിവസമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇടണ്ടേന്ന് കുറേ പ്രാവശ്യം ആലോചിച്ചു. ഈ ഒരു ദിവസം ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതെനിക്ക് ശരിയാവാണ്ട് പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് ആ വീഡിയോ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് വേഗം എഡിറ്റ് ചെയ്തിടാന്ന് വെച്ചാൽ നാളെ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ബുധനാഴ്ച വീഡിയോ ഇടാതിരുന്നിട്ട് ഇനിയിപ്പോൾ ബുധനാഴ്ച വീഡിയോ നിർത്തിയോ ചേച്ചിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ ഇടാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇത് വേഗം എഡിറ്റ് ചെയ്തിട്ടതാണ്. അപ്പോൾ എന്താ ബലിയിടലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കാലം കഴുകി പോരാനേ പറ്റുള്ളൂ. സാധാരണ നമ്മൾ കുളിച്ചിട്ടൊക്കെ തന്നെയാണ് വീട്ടിൽ കയറാറ്. ഇപ്പോൾ അങ്ങനെയൊന്നും സൗകര്യങ്ങൾ നമുക്ക് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ പിന്നെ നേരെ ജോലിക്ക് പോകാനായിട്ട് നിന്നു കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ട് ഭക്ഷണം കഴിക്കൽ ഇത്തിരി കുറവാണ്. അങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചിട്ടില്ല, കുറവാണെന്നല്ല. നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പുറത്ത് ചായയൊക്കെ കുടിക്കും. അല്ലാതെ ചായ പിന്നെ എനിക്ക് തലവേദന എടുക്കുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ് ഇഡ്ഡലിയായിട്ട് തോന്നി. അങ്ങനെ 4 ഇഡ്ഡലി പറഞ്ഞു കേട്ടോ. അയാൾ എന്നെ ഒരു നോട്ടം നോക്കി, ഈ പെണ്ണിന്ന് 4 ഇഡ്ഡലി കഴിക്കുമോ, കാണുമ്പോൾ അത്ര ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിൽ നോക്കി. പിന്നെ 4 ഇഡ്ഡലി കഴിക്കാൻ പെട്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. 2 ഇഡ്ഡലി കഴിക്കാനുള്ള വയറ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ വഴിയിൽ വെച്ച് കൂട്ടുകാരിന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ ജോലിക്ക്. തൃശ്ശൂരത്തെ ഷോപ്പിലാണ് പോണത്. പാമ്പൂർക്ക് അങ്ങോട്ട് എത്തണ്ട. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ആ നല്ല മഴ പെയ്തപ്പം വെള്ളം കയറിയില്ലേ എല്ലായിടത്തും. ആ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ അവസ്ഥ. ചേട്ടൻ്റെ വീടും നമ്മുടെ ഫ്രണ്ടിലത്തെ വീട് കാണില്ലേ, അതൊക്കെയാണത്. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറില്ല. എന്താ വെച്ചാൽ കുറച്ചും കൂടി ഭൂമി നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ തറയും നല്ല ഉയർത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തെ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. വെള്ളമൊക്കെ എവിടെ നിന്നാണ് വെള്ളം വരുന്നറിയില്ല. മഴയൊന്നും ഇല്ല ആ നേരത്ത്, പക്ഷെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മലയിലൊക്കെ മഴ പെയ്തിട്ടായിരിക്കും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറയാൻ ഒരു പേടി തോന്നും നമുക്ക്. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അത് ശരിയായി. പിന്നെ തലേദിവസം ചേട്ടൻ കോലാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് വെച്ചില്ല, എന്താ വെച്ചാൽ അന്ന് ഒരിക്കലും എടുത്തതല്ലേ. അപ്പോൾ വെച്ചില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പിറ്റേ ദിവസം അങ്ങോട്ടാണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ടാന്ന് തോന്നുന്നു ഈ കറി ഞാൻ വെച്ചത് മുറ്റത്ത് അടുപ്പിലാണ് കേട്ടോ വെച്ചത്. അപ്പം ഞാൻ വെച്ചു തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുന്ന കറിയാണ്, ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഞാൻ കാണിച്ചിട്ടുണ്ട് മീൻകറി, എന്നാലും പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കോലാനാകുമ്പോൾ അത്യാവശ്യം ചെതമ്പലുണ്ട്. നമുക്ക് ചെതമ്പൽ കളയാൻ വലിയ പണിയെന്നൊന്നും പറയാനില്ല. എന്നാലും കുറച്ച് നേരം അപ്പോൾ അകത്തൊക്കെ ഇരുന്ന് ചെതമ്പൽ കളയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ചെതമ്പൽ കളയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നോളും, പുറത്തേക്ക് അധികം തെറിച്ച് പോവില്ല. അപ്പോൾ സാധാരണ ഇപ്പോൾ മുറ്റത്ത് ഇവിടെയൊക്കെ വെച്ചാൽ രാത്രിയൊക്കെ ഇരുന്ന് മുറ്റത്തിരുന്ന് നന്നാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ വറുത്ത് ചോറൊക്കെ അങ്ങനെ റെഡിയാക്കിയുള്ള പലിഞ്ഞീൻ വറുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് കറി വെച്ചത്. അപ്പോൾ അതും ഷൂട്ട് ചെയ്തു. നിറയെ പലിഞ്ഞീനുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് അങ്ങനെ പലിഞ്ഞീനൊന്നും കിട്ടാറില്ല. അപ്പോൾ അത് ഞാൻ വേറെ തന്നെ ഫ്രൈ ചെയ്തു. മീൻ വറക്കണേ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് നമുക്ക് മറിച്ചിടാനൊന്നും പറ്റില്ല. അപ്പോൾ ആ മീനൊക്കെ നുറുക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചതച്ചിട്ട് കേട്ടോ, പച്ചമുളക് അരിഞ്ഞിട്ടും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിച്ചു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഞെരടൊന്നും വേണ്ട, മീൻ ഉടഞ്ഞു പോവും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ 2ാം പാലും 3ാം പാലൊക്കെ കൂടി ഒരു പാലെടുത്തിട്ട് ഞാൻ ആദ്യം ഒഴിച്ച് തിളപ്പിച്ച്. കുടംപുളിയാണ് ഇട്ടത്.
നന്നായിട്ട് തിളച്ച് കുറുതായി വരുമ്പോൾ മാത്രം ഒന്നാം പാൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരിത്തിരി നാളികേരം അരച്ച് ചേർക്കാം. ഒരിത്തിരി നാളികേരവും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ച് അതിൽ ചേർക്കാം. ബാക്കിയുള്ളതൊക്കെ തേങ്ങാപ്പാൽ പിഴി അങ്ങനെ വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വീട് മാറലിനും അതുപോലെ നമ്മുടെ വീടിൻ്റെ വാർക്കയ്ക്കൊക്കെ അങ്ങനെയാണ് വെച്ചത്. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. ഈ ഒരു മീൻ കറിയും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ വെച്ച് ചോറുണ്ടോ. അപ്പോൾ ഇനി ഓണത്തിൻ്റേതായ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യണം. ദിവസമായ കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് രാത്രി വന്നിട്ട് നമുക്ക് അത്രയും വെളിച്ചമില്ല. പിന്നെ അതൊക്കെ ഇത്തിരി പതുക്കെ ഷൂട്ട് ചെയ്യണം. അത് കാരണം കൊണ്ട് തന്നെ വയ്യാണ്ടാവണം, അതങ്ങോട്ട് ശരിയാവണില്ല വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സൺഡേയിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് തിങ്കളും ചൊവ്വയും ബുധനൊക്കെ ആയിട്ട് തിങ്കളും ബുധനും വെള്ളിയൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇനി വെള്ളിയാഴ്ച ഞാൻ സാധാരണ വീഡിയോ തന്നെ മിക്കവാറും ഉണ്ടാവുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ.